ആയുസ് മുഴുവൻ ഒരുമിച്ച് ജീവിച്ചോളാന്ന് രണ്ട് മനുഷ്യ ഹൃദയങ്ങൾ തമ്മിൽ നടത്തുന്ന ഒരു ഉടമ്പടിയാ. വിവാഹകാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഒരുമിച്ച് ജീവിക്കേണ്ട ഹൃദയങ്ങൾക്ക്. ഹലോ, ആ അതെ, ആണോ? എല്ലാം സെറ്റായോ? എങ്കിൽ ഞാൻ രാവിലെ തന്നെ എത്താം. എന്താ രാജു, ആരെ വിളിച്ചേ? ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു മാഡം. ദിവ്യയുടെ DNA റിപ്പോർട്ട് നാളെ രാവിലെ ആശുപത്രി ചെന്ന കയ്യിൽ കിട്ടും. റിപ്പോർട്ടില് റിസൾട്ട് എന്താണെന്ന് പറഞ്ഞോ രാജു? കുഞ്ഞിന്റെ അച്ഛൻ അവൻ തന്നെ, ദീപക്. അമ്മേ, വിശക്കുന്നു. എന്തെങ്കിലും കഴിക്കാൻ എടുത്തു വെക്കാം. എന്താ അമ്മേ, എന്താ പ്രശ്നം? ദീപകേ, നീ ഒരിക്കൽ എന്നോട് പറഞ്ഞില്ലേ, നീ ഒന്ന് വിളിച്ച നിനക്ക് വേണ്ടി ഓടിയെത്തുന്ന ബോംബെയിൽ നിന്റെ സുഹൃത്തുക്കളെ കുറിച്ച്? പറഞ്ഞിരുന്നു. എന്താ അമ്മേ? അവരിപ്പോ എവിടെയുണ്ട്? നീ ഇപ്പൊ വിളിച്ച അവർക്ക് ഈ നാട്ടിലെത്താൻ എത്ര സമയം വേണം? ഞാനൊന്ന് ചോദിക്കട്ടെ അമ്മേ. അല്ല, എന്താ അമ്മേ പ്രശ്നം? അത് ഞാൻ പറയാം. ആദ്യം നീ അവരെ വിളിക്ക്. हेलो, भाई कैसा है? हाँ हाँ, मैं अभी घर में हूँ. അമ്മേ, അവന്മാരിവിടെ ചെന്നൈയിലുണ്ട്. ഇപ്പൊ അവൻ തിരിച്ചാൽ നാളെ പുലർച്ചെ അവരിങ്ങെത്തും. അവരോട് വേഗം പുറപ്പെടാൻ പറ. അമ്മേ, जल्दी निकलाओ. मैं लोकेशन भी भेजता हूँ. ठीक है. എന്താ അമ്മേ, എന്താ പ്രശ്നം? ഒരാളെ കൊല്ലാൻ നിന്റെ മസൂദ് ഭായിക്ക് എത്ര കൊടുക്കണം? അതൊരു 10-25 ലക്ഷം ചെലവാവും. അല്ല, ആരെ കൊല്ലാൻ അമ്മേ? അമ്മ എന്തൊക്കെയായി പറയുന്നേ? ദിവ്യയുടെ വയറ്റിൽ വളരുന്നത് നിന്റെ കുഞ്ഞാണെന്ന് തെളിയിക്കാനുള്ള DNA റിപ്പോർട്ട് നാളെ അവന്റെ കയ്യിലെത്തും. ആ രാജുവിന്റെ. അവനെ നമുക്കിനി ഈ ഭൂമിയിൽ വെച്ച് വാഴിക്കണോടാ? വേണ്ട അമ്മേ, വേണ്ട. ഒന്നുകിൽ ആ റിപ്പോർട്ട് അവൻ വാങ്ങാൻ പോകുന്ന വഴി, അല്ലെങ്കിൽ തിരിച്ചാ റിപ്പോർട്ടുമായിട്ട് അവൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവനെ നടു റോഡിലിട്ട് തീർക്കണം. ആ DNA റിപ്പോർട്ടുമായി അവൻ പ്രതാപന്റെ മുന്നിൽ എത്തരുത്. അവനെ തീർക്കാൻ എന്തിനാ അമ്മേ മസൂദ് ഭായ്? അതിന് ഞാൻ പോരെ? വേണ്ട ദീപകെ, നിന്റെ ഞരമ്പിലൂടെ ഓടുന്നത് രാജരക്തവാ. നീ ഉത്തരവിടാനേ പാടുള്ളൂ. കയ്യിൽ ചോര പറ്റരുത്. മനസ്സിലായല്ലോ? മനസ്സിലായമ്മേ. രാജു, ആ സർവന്റ് പെൺകുട്ടി ദിവ്യ പറഞ്ഞത് സത്യമാണ്. ദീപക് തന്നെയാണ് ദിവ്യയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ. ഇന്നത്തെ കാലത്തും ഇങ്ങനെ സർവൻസിനെയൊക്കെ പറ്റിച്ച് മിസ്യൂസ് ചെയ്യുന്ന ചെറുപ്പക്കാർ ഉണ്ടെന്നുള്ളത് വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. വർമ്മ സാറിന്റെ കുടുംബത്തിൽ നിന്ന് ഒരാളിങ്ങനെ, അതും വർമ്മ സാറിന്റെ സഹോദരിയുടെ മകൻ തന്നെ. പോലീസിൽ അറിയിച്ച അവർക്ക് സ്വമേധയാ കേസെടുക്കാനുള്ള വകുപ്പുണ്ട്. രാജുവിന് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മാഡം പ്ലീസ്, ദിവ്യയ്ക്ക് കിട്ടേണ്ട നീതി ഉറപ്പായും കിട്ടിയിരിക്കും. പക്ഷേ ഇപ്പൊ ഇതൊരു പോലീസ് കേസോ വാർത്തയൊക്കെ ആയ അത് വർമ്മ സാറിന്റെ ഇമേജിനെ ബാധിക്കും. തൽക്കാലം DNA റിപ്പോർട്ട് വന്നത് മീഡിയ അറിയാതെ മാഡം ഒന്ന്. ഞാൻ ശ്രമിക്കാൻ രാജു, ബട്ട് മീഡിയക്കാരാണ്, അവരുടെ കണ്ണുകൾ എല്ലായിടത്തും ഉണ്ടാവും. സോ മാഡം, റിപ്പോർട്ട്. രാജു, ആ പെൺകുട്ടിക്ക് ലഭിക്കേണ്ട നീതി ലഭിച്ചിരിക്കണം. തീർച്ചയായും മാഡം. കഴിഞ്ഞ 2 ഇലക്ഷനിലും നമ്മൾ ആ രീതിയെ ഫോളോ ചെയ്തിരുന്നത്.
ഉൾപ്രദേശങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരും പാർട്ടി അനുഭാവികളും ടൗണിൽ പ്രചരണത്തിനെത്തുന്ന ദിവസം ഒരുമിക്കുകയും കൂടി ചെയ്യുമ്പോൾ ടൗണിൽ അതൊരു ഓളമായിരിക്കുമല്ലോ. പക്ഷെ ഒരു കാര്യം, നമ്മൾ ടൗണിലൂടെയും പബ്ലിക് റോഡിലൂടെയും ആശുപത്രി, ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിലൂടെയൊക്കെ കടന്നു ചെല്ലുമ്പോൾ പൊതുജനങ്ങൾക്ക് ആർക്കും യാതൊരു ബുദ്ധിമുട്ടും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. അതെനിക്ക് നിങ്ങൾ ഉറപ്പ് തരണം. അത് ഉറപ്പല്ലേ സാറേ? പ്രതാപ, ചായ എടുക്ക. അങ്ങോട്ട് കൊടുക്ക്. എങ്ങനെയാ, ഉഷാറല്ലേ? ഇലക്ഷൻ വർക്കിനൊന്നും ഒരു കുറവും വരില്ലല്ലോ. ഒരു കുറവും വരില്ല അംബിക മാഡം. ഇന്ന് ശരിക്കും ഞങ്ങൾ പ്രവർത്തകരെ ഇരട്ടി ആവേശത്തിലാ. എന്താ കാര്യം? ഇന്ന് രാജു റീജോയിൻ ചെയ്യുന്ന ദിവസമല്ലേ? രാജു വീണ്ടും തിരിച്ചു വരുമെന്ന് കേട്ട് ആവേശത്തിലായിരിക്കാം നമ്മുടെ പിള്ളേരൊക്കെ. ഉള്ളത് പറയണമല്ലോ, രാജു ചേട്ടന്റെ കൂടെ ഉണ്ടെങ്കിൽ അതൊരു പ്രത്യേക സന്തോഷമാണ് പ്രവർത്തകർക്ക്. യൂത്തിനൊക്കെ രാജു എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഇതെന്നറിയോ? അല്ല വർമ്മ സാറേ, രാജുവിന് ഇതുവരെ കാണുന്നില്ലല്ലോ. ലേറ്റ് ആവോ? ഏയ്, അവൻ ലേറ്റൊന്നും ആവില്ല. അവൻ കൃത്യസമയത്തിന് വരും. താൻ സമാധാനമായിട്ടിരുന്ന് ചായ കുടിക്കേ. ഒരു പ്രശ്നം ഉണ്ടായാൽ കേട്ടോ അംബിക മാഡം, കൃത്യസമയത്ത് രാജുവിന്റെ ചില പ്ലാനിംഗ് ഒക്കെ ഉണ്ട്. പ്രശ്നം എത്ര വലുതാണെങ്കിലും നിസ്സാരമായി അവനത് പരിഹരിക്കും. ശരിക്കും പറഞ്ഞ വർമ്മ സാറിന്റെ പിൻഗാമി രാജു ആയിരുന്നെങ്കിലോ എന്ന് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഇനി അതിനും സ്കോപ്പ് ഉണ്ടല്ലോ അല്ലേ? അതെ അതെ.